പാറശാലയിൽ മോഷണ പരമ്പര. അമ്പലങ്ങളിലും പള്ളിയിലും മോഷണം. ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം ഉൾപ്പെടെ മോഷണം പോയി. ക്ഷേത്രങ്ങളിലെ ഓഫീസ് മുറികൾ, 5ഓളം കാണിക്കവഞ്ചികൾ തുടങ്ങി പള്ളിയുടെ കുരിശടിയും പൂട്ടുകളും വാതിലുകളും തകർത്താണ് മോഷണം. നെടുവാൻവിള വിശുദ്ധ പോൾ ആറാമൻ പള്ളിക്ക് മുന്നിലെ വേളാങ്കണ്ണി കുരിശടിയുടെ 2 കാണിക്കവഞ്ചികളും പള്ളിയിൽ വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുന്ന മുറിയുമാണ് തകർത്ത് മോഷണം നടന്നത്. തോട്ടുംപുറം വിശുദ്ധ പോൾ ആറാമൻ പള്ളി ഇന്നലെ ഒരു 11 മണിയോടുകൂടെ എനിക്ക് കോൾ വന്നത് പള്ളി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോഴത്തേക്ക് കുരിശടിയിലെ കാണിക്കവഞ്ചിയൊക്കെ തുറന്നിട്ടിരിക്കുന്നു. അതുപോലെ പള്ളിയിലെ വാതിലെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. പുറകിൽ സാക്കസ് റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ അലമാരിലും കുത്തിപ്പൊളിച്ച് ഇട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത്. ഇത് വളരെ മോശമായ രീതിയിൽ ആരോ വന്ന് അത് കുത്തി തുറക്കുകയും അവരുടെ ലക്ഷ്യം സാമ്പത്തികമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കാണിക്കവഞ്ചിയിൽ നിന്ന് അതിനകത്തുണ്ടായിരുന്ന കാശുകെടുത്ത് പോയിട്ടുണ്ട്. പരശ്വയ്ക്കൽ മല്ലികശ്ശേരി ദേവീക്ഷേത്രം, കോട്ടക്കൽ മഹാദേവ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ കാണിക്കവഞ്ചികളും മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാഭരണമാണ് കള്ളൻ കടത്തിയത്. തൊട്ടടുത്ത 2 വീടുകളിലും മോഷണശ്രമം നടന്നു. ഇവിടെ കാണിക്കവഞ്ചി പൊട്ടുകയും ഓഫീസ് കുത്തിപ്പൊളിക്കുകയും ചെയ്തു. കാണിക്കവഞ്ചിയിരിക്കുന്ന പൈസ ഓഫീസിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിന് തൊട്ടടുത്തുള്ള ഒരു കോട്ടയ്ക്കകം മഹാദേവ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്ന് 6 സ്വർണ്ണത്താലിയും സ്വർണ്ണ പൊട്ടുകളും അടങ്ങുന്ന തിരുവാഭരണം, 1 ലക്ഷത്തിൽ കൂടുതൽ തിരുവാഭരണവും നഷ്ടപ്പെട്ടു. ഇത് 2 ഒരു ദിവസമാണ് മോഷണം നടന്നത്. ഇതോടനുബന്ധിച്ച് അടുത്ത ഒരു വീട്ടിൽ ശരചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ സ്കൂട്ടർ പൊട്ടിച്ച് അതിലിരുന്ന പൈസയും എടുത്തിട്ടു. മോഷണ ശ്രമങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എല്ലായിടത്തെയും മോഷണങ്ങളിൽ ഒരാളാണെന്ന നിഗമനത്തിലാണ് പോലീസ്.